ഹായ് ഹലോ സർവേഷാം നമസ്കാരः. അപ്പോൾ നമ്മുടെ സംസ്കൃത പരീക്ഷയ്ക്ക് എല്ലാ വർഷവും എല്ലാ ക്ലാസ്സുകളിലും ചോദിക്കുന്ന ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ആണ് എന്ത്? ജീവചരിത്രക്കുറിപ്പ് അല്ലെ? ജീവചരിതം എഴുതാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാറുണ്ട്. അപ്പൊ അതെങ്ങനെ എഴുതുക? അതായത് ഫുൾ മാർക്കും ഒരു മാർക്ക് പോലും വിടാതെ എങ്ങനെ ആ ജീവചരിത്രം എഴുതാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പം എങ്ങനെയാ ക്വസ്റ്റ്യൻ വരിക? ഇതല്ലേ, സൂചനാനുസാരം ജീവനചരിതം ലിഖതു. ഇതാണ് അത്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക? അപ്പം എന്താണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ, അതായത് ജന്മം, അവരുടെ മാതാപിതാക്കളെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ സംഭാവനകളെ കുറിച്ച്, പിന്നെ അവരുടെ കൃതികൾ എന്തൊക്കെയാണ്, അതുപോലെ ഏത് വർഷമാണ് മരിച്ചത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് സൂചനകളായിട്ട് ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ ഇവയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വൃത്തിക്ക്, അതായത് കൃത്യമായിട്ട് ഒരു ജീവചരിത്രക്കുറിപ്പ് എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ഇതില് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് എഴുതുക? അതായത് ഫസ്റ്റ് ആരുടെയാണോ ജീവചരിത്രം എഴുതേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ പേര് ഹെഡിങ് ആയിട്ട് വ്യക്തമായിട്ട് എഴുതി കൊടുക്കാം. അതായത് നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്യുന്നത് ആരുതാണ്? സംഗമഗ്രാമ മാധവൻ. സംഗമഗ്രാമ മാധവഹ, ഇദ്ദേഹത്തിന്റെയാണ് ജീവചരിത്രം നമ്മൾ ഇവിടെ എഴുതുന്നത്. അപ്പം എന്താക്കണം? ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിന്റെ പേര് വൃത്തിക്ക് എഴുതി കൊടുക്കാം. സംഗമഗ്രാമ മാധവഹ, ഇത് പേര് ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് എഴുതി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്താ എഴുതേണ്ടത് വെച്ചാല് അതിന് ശേഷം ഇദ്ദേഹം ഏത് മേഖലയിലാണ് ഇദ്ദേഹം പ്രസിദ്ധനായത് നോക്കുക. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അവരുടെ മേഖലകൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ? അപ്പം എങ്ങനെയൊക്കെയാണ് ഇത് എഴുതുക എന്നുള്ളതൊന്നൊരു മോഡൽ കാണിച്ചു തരാം. ഫസ്റ്റ് ഹെഡിങ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ പേര് എഴുതുക. ആരുടെയാണോ നമുക്ക് എഴുതാനുള്ളത് അവരുടെ പേര് എഴുതുക. എന്നിട്ട് എന്താ പറയാ, ഇദ്ദേഹം ഏത് മേഖലയിലാണ് പ്രസിദ്ധനായിട്ടുള്ളത്? ഗണിത ശാസ്ത്രജ്ഞനാണ്. പിന്നെന്താണ്, ധാരാളം കൃതികളൊക്കെ രചിച്ചിട്ടുണ്ട്. വലിയൊരു ഗണിത ശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനുമാണ് ഇദ്ദേഹം. അപ്പം ഇദ്ദേഹത്തിന്റെ ശാസ്ത്ര മേഖലയിലാണ് ഇദ്ദേഹം അതിപ്രസിദ്ധനായിട്ടുള്ളത്. അപ്പം എങ്ങനെ എഴുതാ? പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞ സംഗമഗ്രാമ മാധവ. പിന്നെ എന്താ പറയേണ്ടത്? അടുത്തതാണ് ഏത് വർഷമാണ് ജനിച്ചത് എന്നുള്ളത് ചേർത്ത് കൊടുക്കാം. നോക്കാം നമുക്ക്. എന്താണ്? പ്രസിദ്ധ ഗണിത ശാസ്ത്രജ്ഞ ആസീത് സംഗമഗ്രാമ മാധവ. അപ്പം ഇദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം ഏതാണ് എന്നുള്ളത് ഫസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക. ജസ്റ്റ് അതിന് നമുക്ക് ആ ഒരു ജീവചരിത്രത്തിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് തുടങ്ങാന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുക ഫസ്റ്റ്. ആസീത് സംഗമഗ്രാമ മാധവ. സഹ എന്നുള്ളതിന് പകരം എന്താക്കാം നമുക്ക്? അയം മഹാനുഭാവ, അല്ലെങ്കിൽ അയം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അയം എന്നാണ് ജനിച്ചത്? 1340 ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. എവിടെയാണ്? കേരളത്തിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇദ്ദേഹം ജനിച്ചിട്ടുള്ളത്. അപ്പം ഇതെങ്ങനെ എഴുതുക? 1340 തമേ വർഷേ 1340 തമേ വർഷേ 1340 തമേ വർഷേ എവിടെ? കേരളത്തിലെ ഇരിങ്ങാലക്കുടയിലാണ്. അതായത് കേരളത്തിലെ ഇരിങ്ങാലക്കുടയിലാണ് ഇദ്ദേഹം ജനിച്ചത്. അപ്പം എങ്ങനെ എഴുതുക? 1340 തമേ വർഷേ കേരള രാജ്യസ്യ ഇരിങ്ങാലക്കുട പ്രദേശേ, കേരളത്തിലെ ഇരിങ്ങാലക്കുടയിലാണ്. ജനിം അലബദ, ഈ ഒരു വാക്കാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലെ? ജനിം അലബദ എന്താണ്? ജനിച്ചു എന്നുള്ളതിന് മറ്റൊരു പേരാണ്. എന്താണ് നമുക്ക് ജീവചരിത്രത്തിൽ എഴുതേണ്ടത്? എന്താണ്? ജനിച്ചു എന്നുള്ളതിനാണ് ജനിമലബദ എന്നാണ് എഴുതേണ്ടത്. അല്ലെങ്കിൽ എങ്ങനെ എഴുതണം? ഇത് നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ ജനിമലബദ എന്നുള്ളതിന് പകരം എന്താക്കണം? ജന്മപ്രാപ്തവാൻ എന്ന് എഴുതി കൊടുക്കാം. ജനിമലബദ അല്ലെങ്കിൽ ജന്മപ്രാപ്തവാൻ എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ തന്നെ എന്താ, പിന്നെ അദ്ദേഹം ഏതൊക്കെ മേഖലയിലാണ് കഴിവ് തെളിയിച്ചിട്ടുള്ളത്? നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഒക്കെയാണ് അദ്ദേഹത്തിന്റെ യോഗാദാനം, കൃതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവയൊക്കെ കൃത്യമായിട്ട് ഇതിൽ എഴുതി കൊടുക്കുക എങ്ങനെയാന്നുള്ളത്. അതായത് ഇതിൽ സൂചനകൾ തന്നതിനനുസരിച്ച് എഴുതി കൊടുക്കുക. പിന്നെന്താണ്, അതായത് ഇദ്ദേഹം അല്ല, ഇനിയിപ്പോ വേറൊരാളാണെന്നുണ്ടെങ്കിൽ ഇവരുടെ മാതാപിതാക്കളൊക്കെ പേരുകളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതെങ്ങനെ എഴുതാണ്? അസ്യ
അസ്യ പിതരൗ. അസ്യ പിതരൗ. അസ്യ പിതരൗ എന്ന് പറഞ്ഞാൽ എന്താണ്? മാതാപിതാക്കൾ. മാതാപിതാക്കളെ ഒരുമിച്ച് പറയുന്ന പേരാണ് പിതരൗ എന്നുള്ളത്. പിതരൗ. പിതരൗ. മാതാപിതാക്കളെ ഒരുമിച്ച് പറയുന്നതാണ് പിതരൗ. അല്ലെങ്കിൽ എങ്ങനെയാക്കും? അസ്യ പിത എന്താണ് ഡാഷ് ഇന്ന ഒരു പേരാണ്, അസ്യ മാതാ ഗീത, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് പേര് എഴുതുക. ച ആസീദ്. അത് കഴിഞ്ഞിട്ട് എഴുതേണ്ടതാണ് ച ആസീദ്. ച ആസീദ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഇവിടെ മാതാപിതാക്കളെ പേരൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് വേണ്ട നമുക്ക്. അപ്പം അടുത്തത് എന്താണ് പറയുന്നത്? ഗണിതശാസ്ത്രേ അനന്തശ്രേണി ത്രികോണമിതി ബീജഗണിതം കലനം പൈ ഇത്യസ്യ സടീക മൂല്യാങ്കനം ച അസ്യ യോഗാദാനമേവ. അപ്പൊ ഇദ്ദേഹത്തിന്റെ യോഗാദാനം, ഇദ്ദേഹത്തിന്റെ എന്താണ് സംഭാവനകൾ എന്തൊക്കെയാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്? ഗണിതശാസ്ത്രത്തിൽ ഉള്ളതാണല്ലോ. അപ്പം ഒന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും അസ്യ യോഗാദാന എന്ന് പറഞ്ഞിട്ട് ഇതാ ഈ സൂചനകളിൽ കൊടുത്തിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ എഴുതും ചെയ്യാം. ച ആസീദ് എന്ന് പറയാം. ച ആസീദ്. ആസീദ് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ പിന്നെ എന്താ അടുത്തത് എന്താ പറഞ്ഞത്? യോഗാദാനമേവ. പിന്നെന്താ അടുത്ത് പറഞ്ഞത്? വേണു ആരോഹ സ്ഫുടചന്ദ്രികാബ്ധി അഗണിത പഞ്ചാംഗം അഗണിത ഗ്രഹചാരം ചന്ദ്രവാക്യാനി ഇത്യേതാഹ അനേന വിരചിതാഹ കൃതയഃ. ഇദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ച് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം എന്താണ് ആ കൃതികൾ ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് എഴുതിയിട്ട് എന്താ പറയാ? അസ്യ കൃതയഃ. കൃതയഃ എന്ന് വെറുതെ എഴുതി കൊടുത്താൽ മതി. അനേന വിരാജിത കൃതയഃ എന്ന് എഴുതുക, അല്ലെങ്കിൽ അസ്യ കൃതയഃ എന്ന് എഴുതുക. അപ്പം എങ്ങനെയാന്ന് വെച്ചാല് എഴുതി കൊടുക്കുക. മക്കൾക്ക് കിട്ടുന്നത് ഏത് രീതിയിലാന്ന് വെച്ചാൽ എഴുതി കൊടുക്കുക. ഒന്നുകിൽ അനേന വിരചിത, ഇദ്ദേഹത്താൽ എഴുതപ്പെട്ട കൃതികളാണ് ഇവയൊക്കെ എന്നാണ് ഇതുകൊണ്ട് അർത്ഥാക്കുന്നത്. അല്ലെങ്കിൽ അസ്യ കൃതയഃ, അദ്ദേഹത്തിന്റെ കൃതികളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കൊടുക്കാം. പിന്നെ അവസാനം എന്താണ്? മരണം, മൃത്യു. മൃത്യു എങ്ങനെയാണ്? മൃതിഹി 1000 എന്നാണ് ഇദ്ദേഹം, അതായത് സംഗമഗ്രാമ മാധവൻ മരിച്ചത് എന്നാണ്? 1425 അല്ലെ. 1425 ഇദ്ദേഹം മരണപ്പെട്ടത്. അപ്പം ഇത് എങ്ങനെ എഴുതാം? മരണപ്പെട്ടു എന്നുള്ളത് എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും? 1428 തമേ വർഷേ അയം മഹാനുഭാവഃ തമേ വർഷേ ദിവംഗതഃ. ദിവംഗതഃ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ, അതായത് മരണപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ പറയാം. അല്ലെങ്കിൽ എങ്ങനെയാക്കാം? സമാധിഹി അഭവത്. സമാധിഹി അഭവത്. സമാധിഹി അഭവത് എന്നിങ്ങനെ എഴുതാം. അല്ലെങ്കിൽ എങ്ങനെ എഴുതും? ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം. മൃത്യുഹു അഭവത്. മൃത്യുഹു അഭവത് എന്നിങ്ങനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എഴുതി കൊടുക്കാം. മരിച്ചത് എങ്ങനെയാന്നുള്ളത് ഏത് രീതിയിൽ വേണമെങ്കിലും എഴുതി കൊടുക്കാം. അപ്പം ഒന്നും കൂടി നോക്കുക എങ്ങനെയൊക്കെയാണ് വന്നത്. പ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞ ആസീത് സംഗമഗ്രാമ മാധവ. ഇദ്ദേഹത്തിനെ കുറിച്ച് ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെറുതൊന്ന് പറഞ്ഞു. ഏത് മേഖലയിലാന്ന് വെച്ചാൽ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. പിന്നെ എന്താണ് എഴുതിയത്? സഹ എന്നുള്ളതിന് പകരം എന്താണ്? അയം എന്ന് എഴുതുക, അല്ലെങ്കിൽ അയം മഹാനുഭാവ. എങ്ങനെ? അയം മഹാനുഭാവ. അയം മഹാനുഭാവ എന്താണ്? 1300 എന്നാണോ ജനിച്ച വർഷം എന്ന് വെച്ചാൽ അത് എഴുതുക. 1340 തമേ വർഷേ കേരള രാജ്യം എവിടെയാണ്? കേരള രാജ്യസ്യ ഇരിങ്ങാലക്കുട പ്രദേശേ ജനിം അലബദ. ജനിം അലബദ. ജനിം അലബദ എന്ന് എഴുതി കൊടുക്കുക അല്ലെ. ജനിം അലബദ. പിന്നെന്താണ്? പിന്നെ ഏതൊക്കെ മേഖലകളിലാന്നുള്ളതും എഴുതി കൊടുക്കാം. പിന്നെന്താണ്? അദ്ദേഹത്തിന്റെ കൃതികളോ എന്തൊക്കെ നമുക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടണമെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അവസാനം പിന്നെന്താ വേണ്ടത്? മരിച്ചത് അല്ലെ. മരിച്ച വർഷം എഴുതുകയാണെങ്കിൽ ഏതാണ് വെച്ചാല് വർഷം എഴുതുക. അതായത് 1425 തമേ വർഷേ. സഹ എന്നുള്ളതിനും പകരം, സഹ എന്നുള്ളതിന് ഒരു ബഹുമാന പുരസ്കാരം നമുക്ക് എങ്ങനെ എഴുതാം? അയം എന്ന് പറഞ്ഞിട്ട് അയം ദിവംഗതഃ. ദിവംഗതഃ എന്ന് അല്ലെങ്കിൽ ഏതൊക്കെ എഴുതി കൊടുക്കാം? മാറ്റി എഴുതി കൊടുക്കാം. സമാധിം അഭവത്, അല്ലെങ്കിലോ സമാധിം അഭവത്, സമാധി അഭവത്, അല്ലെങ്കിൽ മൃത്യുഹു അഭവത് എന്നിങ്ങനെയൊക്കെ
മാറ്റി എഴുതി കൊടുക്കാം. അപ്പം കൃത്യമായിട്ട് ഒരു മാർക്ക് പോലും കളയാതെ ഈസി ആയിട്ട് തന്നെ ജീവചരിത്രക്കുറിപ്പ് എഴുതാം. ഓക്കെ.